بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തു നംൽ 59-60 ഈ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഖുലിൽ ഹംദുലില്ലാഹ്, ഖുൽ അൽഹംദു. ഖുൽ എന്ന് പറയുമ്പോൾ അവിടെ സാക്കിനത്തായ ലാമിന് സുക്കൂനുണ്ട്. അൽഹംദു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചേർത്ത് വായനയിൽ ഹംസത്തുൽ വസ്ൽ കളയപ്പെടുമ്പോൾ ശേഷമുള്ള ലാമിനും സുക്കൂനുണ്ട്. അപ്പോൾ ഹംസത്തുൽ വസ്ലിനെ കളഞ്ഞാൽ രണ്ട് സാക്കിനത്തായ അക്ഷരങ്ങൾ, രണ്ട് സുക്കൂൻ നൽകപ്പെടുന്ന അക്ഷരങ്ങൾ തുടരെയായി വരുന്നു. ഖുൽ എന്ന ലാമിൻ്റെ സുക്കൂനും അൽഹംദു എന്നതിലെ ലാമിൻ്റെ സുക്കൂനും. അപ്പം ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ഉച്ചാരണത്തിൽ തുടരെയായി വരുമ്പോൾ അത് പരിഹരിക്കണം. ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കണം. ഇതിൻ്റെ പരിഹാരമായിക്കൊണ്ട് ആദ്യത്തെ സുക്കൂനുള്ള ലാമിന് തഹ്രീക്ക് എന്ന പരിഹാരമാർഗം സ്വീകരിക്കുന്നു. ഹറക്കത്ത് കൊടുക്കുക, അഥവാ ഇവിടെ ആദ്യത്തെ ഖുൽ എന്നതിലെ സാക്കിനത്തായ ലാമിൻ്റെ സുക്കൂൻ മാറ്റി കസ്റ് കൊടുത്തുകൊണ്ട് ഖുലിൽ ഹംദു എന്ന് നാം പാരായണം ചെയ്യുന്നു. ഖുലിൽ ഹംദു ഖാഫിന് തഫ്ഖീമാണ്, നിസ്ബിയ തഫ്ഖീം. പൂർണ്ണമായ തഫ്ഖീം ഫത്ഹ കൊടുത്ത് ദീർഘിപ്പിക്കുമ്പോഴും ഫത്ഹ കൊടുക്കുമ്പോഴും ഒക്കെയുള്ള അവസ്ഥയിലാണ്. മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീമാണ് ദമ്മ് കൊടുക്കുമ്പോഴുണ്ടാവുക, നിസ്ബിയ തഫ്ഖീം. ഖുലിൽ ഹംദു, ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. സാക്കിനത്തായ മീമിനെ അല്പം പോലും മണിക്കാതെ ഇൽഹാർ ഷഫവി നൽകി ഖുലിൽ ഹംദു, ഹംദു എന്ന് ഉച്ചരിക്കുക. ഖുലിൽ ഹംദുലില്ലാഹി വസലാം, വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, വസലാമുൻ അലാ. അവിടെ തൻവീനിന് ശേഷം ഐന് വന്നിരിക്കുകയാണ്. ഇൽഹാർ ഹൽഖി എന്ന നിയമമനുസരിച്ച് തൻവീനിനെ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കേണ്ടതാണ്. വസലാമുൻ അലാ. തൻവീൻ ബിദ്ദമ്മ അല്ലെങ്കിൽ ദമ്മതൈൻ എന്ന് പറയുന്ന രണ്ട് ദമ്മുകൾ ഇൽഹാറിൻ്റെ സന്ദർഭത്തിലാണ് നാം പരിശുദ്ധ ഖുർആനിൽ കാണുന്നത് പോലെ ആ പ്രത്യേക രൂപത്തിൽ എഴുതുക. അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. ഐനുകളുടെ ഉച്ചാരണം വ്യക്തമായി മഖ്റജിൽ നിന്നാവാൻ ശ്രദ്ധിക്കുക. ഇബാദിഹില്ലദീന ഇസ്തഫാ, ഇസ്തഫാ സ്വാദ് ത്വാ. ഈ രണ്ടക്ഷരങ്ങളും ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഖീം ചെയ്യണം, സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഇസ്തഫാ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. ത്വാഇൻ്റെ പൂർണ്ണമായ തഫ്ഖീം, അതിനുശേഷം ഫ വരുന്നു. ആ ഫയിലേക്ക് തഫ്ഖീം കലരരുത്, കടന്നു വരരുത്. ഫ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തർക്കീഖ് ചെയ്ത് നേർപ്പിക്കേണ്ട അക്ഷരമാണ്. ഇസ്തഫാ, ഫ എന്ന എന്ന ഉച്ചാരണമാണ്. ഫ എന്നായി പോകരുത്. അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. ഇവിടെ അല്ലാഹു എന്നതിൽ മദ്ദുൽ ലാസിം, അൽ മദ്ദുൽ ലാസിമുൽ മുസഖൽ അൽ കലിമി എന്ന ഇനത്തിൽ വരുന്നതായ ദീർഘമാണ്. ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ വരുന്നു. ആ സുക്കൂൻ നൽകപ്പെടുന്ന അക്ഷരമാകട്ടെ മുഷദ്ദദത്തായ ഷദ് നൽകപ്പെട്ട അക്ഷരവുമാകുമ്പോൾ
ആ ദീർഘത്തിന് മുസഖൽ എന്ന് കൂടി പേര് പറയും. സ്ഥിരപ്പെട്ട സുക്കൂനായതുകൊണ്ടാണ് ലാസിം എന്ന പേര് നൽകുന്നത്. ഇതിൻ്റെ ഖദർ 6 ഹറക്കത്തിൻ്റെ അളവാണ്, 6 മാത്ര. അപ്പോൾ ഓ എന്നായി പോണ്ട. ഇസ്തിഫാലിൻ്റെ ഹർഫാണ് ഹംസ. അല്ലാഹു തഫ്ഖീം ചെയ്ത് ലാമിനെ ഉച്ചരിക്കുക. ഇസ്മുൽ ജലാലയിൽ വരുന്ന ലാം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. ഇവിടെ നാം റിവായത്ത് ഹഫ്സ് പ്രകാരം ഓതുമ്പോൾ എന്ന് മാത്രമല്ല എല്ലാ ഖുർആകളും ഇത്തിഫാഖുള്ള കാര്യമാണ്, ഒന്നുകിൽ മദ് അല്ലെങ്കിൽ തസ്ഹീൽ എന്നത്. ഇവിടെ നമുക്ക് രണ്ടാമത് മറ്റൊരു വജ്ഹുള്ളത്, മറ്റൊരു രീതിയുള്ളത്, ഈ ദീർഘം ഒഴിവാക്കി ഹംസയെ തസ്ഹീൽ ചെയ്യാവുന്നതാണ്. അഥവാ ഹംസയുടെയും അലിഫിൻ്റെയും ഇടയ്ക്കുള്ള ശബ്ദം നൽകുക. അല്ലാഹു എന്ന് പാരായണം ചെയ്യുക. സൂറത്ത് ഫുസ്സിലത്ത് 44-ാമത്തെ വചനത്തിൽ തസ്ഹീൽ ചെയ്ത് അഅ്ജമിയ്യുൻ എന്ന് പാരായണം ചെയ്യൽ നിർബന്ധമാണെന്ന കാര്യം നാം മുമ്പ് മനസ്സിലാക്കിയത് ഓർമ്മയുണ്ടാകും. ഇവിടെ ജായിസായ വജ്ഹാണ് തസ്ഹീൽ എന്നത്. എന്നാൽ മുഖദ്ദം കൂടുതൽ പരിഗണനീയമായത് ദീർഘം നൽകുക എന്നതിനാണ്. അഥവാ നമുക്ക് അനുവദനീയമായ മറ്റൊരു രൂപമാണ് തസ്ഹീൽ ചെയ്യുക എന്നത്. അപ്പോൾ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ എന്ന് തസ്ഹീൽ ചെയ്യുകയുമാവാം. ഇക്കാര്യം നമ്മുടെ പുസ്തകത്തിൽ 115-ാമത്തെ പേജിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ദീർഘം നൽകുമ്പോൾ 6 ഹറക്കത്തിൻ്റെ അളവിലുള്ള മുഷ്ബഅയ ഇഷ്ബഅയോടെയുള്ള മദ് ലാസിം നൽകി ദീർഘം നൽകുക. അതല്ലെങ്കിൽ തസ്ഹീൽ ചെയ്ത് അല്ലാഹു എന്ന് അലിഫുമല്ല ഹംസയുമല്ലാത്ത ഒരു ശബ്ദം, അതാണ് തസ്ഹീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തസ്ഹീൽ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എളുപ്പമാക്കുക എന്നാണ്. തസ്ഹീൽ അഥവാ അല്ലാഹു എന്ന് പറയുക. അല്ലാഹു എന്ന് അലിഫല്ല, അല്ലാഹു എന്ന് വ്യക്തമായ ഹംസയുമല്ല. കാരണം ഇവിടെ ഹംസത്തുൽ ഇസ്തിഫാം പ്രവേശിച്ച പദമാണ്. ഇപ്രകാരം തസ്ഹീൽ ചെയ്യപ്പെടുന്ന 6 പദങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്നുകിൽ അലിഫാക്കി മദ് ലാസിമിൻ്റെ ഹുക്മ നൽകുക, അഥവാ ഇപ്രകാരം ഹംസത്തുൽ ഇസ്തിഫാം പ്രവേശിച്ച ചോദിക്കുവാൻ ഉപയോഗിക്കുന്ന ഹംസ ഇവിടുത്തെ അർത്ഥം അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണോ എന്നർത്ഥമാണ്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അതിനു മുമ്പിൽ വീണ്ടും ഒരു ഹംസ അധികമായി ചേരുകയാണ്. ചോദിക്കുവാൻ വേണ്ടി, ആണോ എന്ന ചോദ്യം നൽകുവാൻ വേണ്ടി, അർത്ഥം നൽകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹംസത്തുൽ ഇസ്തിഫാം. അപ്പോൾ അല്ലാഹു എന്ന് മാത്രം അതിനെ വായിച്ചാൽ ശരിയാവുകയില്ല, മറിച്ച് അല്ലാഹു ആണോ എന്നർത്ഥം നൽകുവാൻ വേണ്ടി അവിടെ ഹംസത്തുൽ ഇസ്തിഫാം സ്ഥിരപ്പെടുത്തുവാനാണ് ദീർഘം നൽകുന്നത്, മദ് ലാസിം നൽകുന്നത്. അതിനെ വേണമെങ്കിൽ തസ്ഹീൽ ചെയ്ത് മദ് നൽകാതെ ഹംസയും അലിഫുമല്ലാത്ത ഒരു ശബ്ദം നൽകി അല്ലാഹു എന്ന് പാരായണം ചെയ്യുകയുമാവാം. ഖൈറുൻ, ഖാഇനെ തഫ്ഖീം ചെയ്യണം, റാഇനും തഫ്ഖീം. റാഇൻ്റെ തൻവീൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ട തൻവീനാണ്. ശേഷം ഹംസയുണ്ട്. ഖൈറുൻ അമ്മാ യുശ്രികൂൻ. മീം ശദ്ദ നൽകപ്പെട്ട മീമിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. യുശ്രികൂൻ, ഷീൻ എല്ലാവർക്കും അറിയാവുന്ന അക്ഷരമാണ്. തഫശി എന്നത് അതിൻ്റെ പ്രത്യേകമായ ഒരു സിഫത്താണ്. പരക്കുക, വ്യാപിക്കുക എന്നാണ് അതിനർത്ഥം. അതിൻ്റെ ഉച്ചാരണ സമയത്ത് വായിൽ ഇങ്ങനെ വായു അല്ലെങ്കിൽ കാറ്റിൻ്റെ പരപ്പ്, വ്യാപനമുണ്ടാകുന്നു. അതാണ് ആ സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
യുശ്രികൂൻ. അഥവാ ആ തഫസ്സി ഉണ്ടായാൽ മാത്രമേ ഷീനിൻ്റെ വ്യക്തമായ പൂർണ്ണമായ ഉച്ചാരണമാവുകയുള്ളൂ. അമ്മൻ ഖലഖ, അമ്മൻ മീം മുശദ്ദദയെ മണിക്കുക, സാക്കിനത നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖലഖ, ഖാഇന് പൂർണ്ണമായ തഫ്ഖീം, ആ പദത്തിൽ ഖാഫുണ്ട്, ഖാഫിനും പൂർണ്ണമായ തഫ്ഖീം, രണ്ടും ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. തഫ്ഖീം ചെയ്യുക അഥവാ സ്വരഭാരത്തോടെ അക്ഷരങ്ങളെ ഉച്ചരിക്കുക. അമ്മൻ ഖലഖ, ഖലഖ ഇടയ്ക്ക് വന്ന ലാമിൽ തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. അതിന് തർഖീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. ഖലഖ, ഖലഖ അസ്സമാവാതി, അസ്സമാവാതി വൽ അർദ, വൽ അർദ. റാഇനും ദ്വാദിനും തഫ്ഖീമാണ്. ദ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരം. ഇസ്തിത്താല എന്ന പ്രത്യേകമായ സിഫത്തുള്ള നാവിൻ്റെ സൈഡും മേലെ അണപ്പല്ലും ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അതിന് സ്വന്തമായ മഖ്റജുള്ളതായ അക്ഷരം. അസ്സമാവാതി എന്നതിലെ എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റേതാണ്, തർഖീഖാണ്. അസ്സമാവാതി പറയരുത്. അസ്സമാവാതി വൽ അർദ, വൽ അർദ. വഅൻസല, സാക്കിനത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. വഅൻസല ലക്കും മിനസ്സമാ, ലക്കും എന്നതിലെ സാക്കിനത മീമിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്ന പേരും നൽകപ്പെടുന്നതായ ലയിപ്പിക്കൽ നൽകിക്കൊണ്ട് ഒറ്റ ഷദ്ദുള്ള മീമാക്കി മണിക്കുക. ലക്കും മിനസ്സമായി, ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. ശേഷം മാഅൻ, ഇതിലും മദ് മുത്തസിൽ വാജിബ് വരുന്നു. ഒറ്റ പദത്തിൽ ദീർഘാക്ഷരവും ശേഷം ഹംസയും വരുന്നു എന്നതാണ് ഇതിനുള്ള കാരണം. മാഅൻ ഫഅൻബത്നാ, മാഅൻ എന്നതിലെ തൻവീനും ശേഷം ഫാഉം ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക, വ്യക്തമാക്കുക. മണിക്കലിൽ തർഖീഖാണ് വേണ്ടത്. മാഅൻ ഫഅൻബത്നാ, ഫഅൻബത്ന എന്നതിലെ സാക്കിനത നൂനിനെ ഇഖ്ലാബ് ചെയ്യണം, മീമാക്കി മാറ്റി മണിക്കണം. ഫലത്തിൽ അതിന് സാക്കിനത മീം ബാഇന് മുമ്പിൽ വരുമ്പോൾ നൽകുന്ന ഇഖ്ഫാ ഷഫവി എന്ന ഹുക്മ് നൽകി അവ്യക്തമാക്കി മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫഅൻബത്ന, അവിടെ ഇഖ്ഫാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുണ്ടുകൾ പരത്തി വെച്ചുകൊണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നതാണ്. മറിച്ച് ചുണ്ട് അമർത്തി വെക്കാതെ, എന്നാൽ വിടവ് നൽകിക്കൊണ്ട് ഉച്ചരിക്കേണ്ടതുമില്ല, ചുണ്ടുകൾക്കിടയിൽ വിടവ് വേണ്ടതുമില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഫഅൻബത്ന ബിഹ്, ബിഹ് എന്ന് അവിടെ ഹായിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാണ്. ചേർത്ത് വായിക്കുമ്പോൾ മദ്ദുസ്സുലത്തി സുഗ്റ നൽകി ഹാ ഉദ്ദമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഫഅൻബത്ന ബിഹി ഹദായിഖ ദാത ബഹ്ജ, ഹദായിഖ ഇതിലുള്ള ദീർഘവും മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഖാഫിന് തഫ്ഖീം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാഫിനെ തടിപ്പിച്ച് തഫ്ഖീമോടെ ഉച്ചരിക്കുക. ذات بهجة، ذات بهجة ما كان لكم, തൻവീനും ശേഷം മീമും ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കുക. ما كان لكم ذات بهجة ما كان لكم أن تنبتوا, ലക്കും എന്നതിൽ സാക്കിനത മീം അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. അൻതും ബിതു, സാക്കിനത നൂനിന് ശേഷം താ വന്നതിനാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. ആ മണിക്കലിൽ തർഖീഖാണ് വേണ്ടത്, ഇഖ്ഫാ മുറഖഖ്. തുംബിതു മേലെ ഫഅൻബത്ന പറഞ്ഞതിൽ അതേ വിധി തന്നെ ഇവിടെയും നൂനിനെ മീമാക്കി മാറ്റി ഇഖ്ലാബ് ചെയ്തു മണിക്കുക. തുംബിതു
ഷജറഹ റാഇന് മാത്രം തഫ്ഖീമുണ്ട്. ഷജറഹ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല, എല്ലാറ്റിനും തർക്കീഖ്. ഷജറഹ അഇലാഹും മഅല്ലാഹ് സാക്കിന തൻവീനും ശേഷം മീമും, തൻവീനും ശേഷം മീമും. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് ശദ്ദുള്ള മീമാക്കി മണിച്ചുച്ചരിക്കുക. അഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. ഹും എന്നതിൽ സാക്കിന തമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ഖൗമുൻ ഖാഫിന് തഫ്ഖീം കൊടുക്കുക, പൂർണ്ണമായ തഫ്ഖീം. ഖൗമുൻ എന്നതിൽ തൻവീൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ഖൗമുൻ യഅദിലൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قل الحمد لله وسلام على عباده الذين اصطفى الله خير أما يشركون. أمن خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون.